എത്ര വലിയ തെമ്മാടിത്തരത്തിലും അക്രമത്തിലും അനാചാരത്തിലും ലഹരിയിലൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിലും ഈ ആയത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇത് ആത്മാർത്ഥമായി 70 തവണ ചൊല്ലിയിട്ട് ഈ പറയുന്ന രൂപത്തിൽ അമൽ ചെയ്താൽ അവരുടെ അത്തരം ചിന്തകൾ പൂർണ്ണമായും മാറിയിട്ട് അവർ സൽവഴിയിലേക്ക് കടന്നു വരാൻ കാരണമാകും. അത് മക്കളാവട്ടെ, അത് നമ്മുടെ കുടുംബങ്ങളിലുള്ള ആരാവട്ടെ, ആർക്കു വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ പരീക്ഷിച്ച് ഫലം ലഭിച്ചു എന്ന് ഉറപ്പുള്ള അമലുകളാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇത് ചെയ്തു നോക്കാവുന്നതാണ്. എത്ര വലിയ കൊടിയ പിശാചാണെങ്കിലും, പൈശാചികമായ ശൈത്വാനീയത്തിൻ്റെ ഷർറ് കൊണ്ട് അങ്ങേയറ്റം ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടിലായവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലും കൂടെ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. ഈ അമല് ഒരിക്കൽ ചെയ്തു നോക്കിയപ്പോൾ പിശാച് പോലും കേണപേക്ഷിച്ച് പറഞ്ഞു അത്രേ, ആ അമല് ചെയ്തതിനെ പ്രതിവിധിയായിട്ട് അതെടുത്തു മാറ്റിക്കളയണം, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് പിശാച് പോലും കേണപേക്ഷിച്ചു. അത്രമേൽ പവിത്രതയുള്ള, അത്രമേൽ ഫലം ചെയ്യുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു അമല് കൂടെയുണ്ട്. ഈ അമല് ചെയ്തപ്പോഴാണ് പിശാചുകളെല്ലാം കരഞ്ഞ് ചെയ്ത ആളിനോട് പറഞ്ഞത് അത് നിർത്തണം, അത് അവസാനിപ്പിക്കണം, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അവർ പാശ്ചാത്തപിച്ച് മടങ്ങിയത്. അത്രമേൽ ശ്രേഷ്ഠതയുള്ള ആ അമലുകളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും പറയാറുള്ള വിഷയമാണ് ഈ രണ്ട് വിഷയങ്ങളും. ഒന്നും മക്കൾ വഴിപിഴച്ചു, അവർ വ്യഭിചാരത്തിലാണ്, അവർ അനാചാരത്തിലാണ്, അവർ പ്രണയങ്ങളിലാണ്, അതിൽ നിന്നും അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വിഷയം, പൈശാചിക ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെട്ടിട്ടുള്ള വിഷയം. ഈ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, വളരെ ആത്മാർത്ഥമായി ചെയ്യാവുന്ന അതിവിശിഷ്ടമായ അമലുകളാണ്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ്. ചില സമയത്ത് നിങ്ങളിവിടെ വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ബുക്ക് ചെയ്ത് ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണേ. ഇൻഷാ അല്ലാഹ് ഖൈറാത്തുകളിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ. അപ്പോൾ ജാരന്മാരെയും പാപികളെയും പിന്തിരിപ്പിക്കാനും അത്തരം അധാർമികതയിൽ അമർന്നു ജീവിക്കുന്നവരെ നമുക്ക് നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാനും ഈ അമലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു പക്ഷേ അവർ മാറാൻ ചിലപ്പോൾ തയ്യാറായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളെത്ര പറഞ്ഞാലും മാറാൻ തയ്യാറായിട്ടില്ലെങ്കിലും, അവരെ മനസ്സ് അത്രമേൽ മരവിച്ചു പോയിട്ടുണ്ടെങ്കിലും, വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചെയ്യാവുന്ന വളരെ ശ്രേഷ്ഠമേറിയ അമലുകളാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആദ്യത്തേത് സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്ത്. ഇങ്ങനെ നമുക്ക് അതിൻ്റെ മലയാളം മനസ്സിലാക്കാം. വിശ്വാസികളെ, നിങ്ങൾ കരാറുകൾ നിറവേറ്റുവിൻ, നിങ്ങൾക്കു കന്നുകാലികൾ അനുവദിക്കപ്പെട്ടു, അതായത് അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിൽ ഓതി വിശദീകരിക്കപ്പെടുന്ന ജീവികളൊഴികെ ഇഹ്റാം ചെയ്ത ഘട്ടത്തിലെ വേട്ടയാടൽ അനുവദനീയമല്ലതാനും അള്ളാഹു ഉദ്ദേശിച്ചത് വിധിക്കുന്നു. മാഇദയുടെ തുടക്കത്തിലുള്ള ഈ ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ 1-ാമത്തെ ആയത്താണ്, അതിൻ്റെ മലയാളമാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത്, ആദ്യത്തെ ആയത്ത് തന്നെ, തുടക്കത്തിലുള്ള ഈ ആയത്ത്, അത് പ്രത്യേകമായിട്ട് ഇത്തരം അബദ്ധസഞ്ചാരത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവരുടെ ഒക്കെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഉപയോഗിച്ച വസ്ത്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് 70 വട്ടം ആത്മാർത്ഥമായിട്ട് ഒരു ദുആ ചെയ്യാനുണ്ട്. ആ ദുആ അറബിയിലുള്ളതാണ്. അത് ശരിക്കു പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല, അത് തെറ്റുകളോടുകൂടെ ചെയ്യാനും പറ്റൂല. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ വിശദീകരിക്കാത്തത്. ഈ ആയത്ത് ഇതിങ്ങനെ ഒരു 70 തവണ ഈ ആയത്ത് നമ്മൾ അതിലെഴുതിയിട്ട് 70 തവണയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ദുആ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ബിഹഖി ഹാദിഹിൽ ആയത്തിൽ അദീമ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ശ്രേഷ്ഠതയേറിയൊരു ദുആ ആണ്. ആ ദുആയിൽ അവരുടെ പേര് ചേർക്കാനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ മലയാളത്തിൽ 70 തവണ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ്. എന്നിട്ടത് കൃത്യമായൊരു രൂപത്തിൽ നമ്മൾ അത് ചെയ്യാനുള്ള ഒരു അമലുണ്ട്. അത് കൃത്യമായ ആ രൂപത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഏതു വലിയ പ്രതിസന്ധിയിലകപ്പെട്ട്
പ്രയാസത്തിലകപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും. മകൻ്റെ അവിഹിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ഒരു നിലയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കപ്പെടാത്ത ബന്ധമാണ്, ഹറാമിൻ്റെ ബന്ധമാണ്. അത് ഒഴിവാക്കാൻ വേറെ മാർഗമൊന്നുമില്ല. എന്നാൽ നമുക്കിത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. ഉസ്താദ് വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതെന്ന് പറയാത്തതെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട ഒരു രൂപം കുറച്ച് വിശദീകരിക്കേണ്ട രൂപമാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന രൂപം ഇവിടെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. അതെങ്ങനെയാണ്, അതങ്ങനെ ഒരു കഷ്ണത്തിൽ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് നമ്മളൊരു ഭാഗത്ത്, ഒരു മാറിയിട്ടുള്ളൊരു ഭാഗത്ത് വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് 70 തവണ ദുആ ചെയ്യുക. ഈ ഒരു സിനയുമായി ബന്ധപ്പെട്ട, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടും ഹറാമിലേക്ക് അടുപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുമുള്ള വളരെ ശ്രേഷ്ഠമേറിയ ദുആ 70 തവണ ചെയ്യാന്നുള്ള. ശരിക്കതിൻ്റെ രൂപം അറബിയിൽ തന്നെ അങ്ങനെ പറയണമെന്നാണ്. അതങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക. മലയാളത്തിലും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകും. ഈ വീഡിയോയിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വ്യഭിചാരമോഹത്തോടുകൂടെ, ദുസ്വഭാവത്തോടുകൂടെ കഴിയുന്ന ആളുകളുടെ ചിന്തകളിൽ നിന്നും, അത്തരം ചിന്തകളെ തൊട്ട് അള്ളാഹു വലിയ കാവല് നൽകട്ടെ. സാധുക്കളായ നമ്മയൊക്കെ അത്തരം ഹറാമിലേക്ക് അള്ളാഹു അടുപ്പിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. മാഇദയിലെ തന്നെ മറ്റൊരായത്താണ്, ഇവിടെ പലപ്പോഴും വരുമ്പോൾ നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കാറുള്ളൊരായത്താണ്. സൂറത്തുൽ മാഇദയിലെ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആയത്ത്. ആ ആയത്ത് അങ്ങനെ തുടങ്ങിയിട്ടൊരു 3 ആയത്തുകളുണ്ട്, ബലാഗുൽ മുബീൻ എന്ന് പറയുന്നവരെ. അപ്പോൾ ആ 3 ആയത്തുകൾ ഒരു വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ച ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട്, ആ വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു നല്ല പളുങ്ക് പാത്രത്തിൽ, ഒരു പിഞ്ഞാണത്തിൽ അത് എഴുതുക. അത് കൃത്യമായിട്ട് എഴുതിയിട്ട് അത് മഴവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ സാധാ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടോ മായ്ച്ച് അത് പ്രത്യേകമായിട്ട് അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ജലം, നമ്മളിപ്പോൾ ഈ മന്ത്രിച്ച് വെച്ച വെള്ളം അത് ഉപയോഗിച്ച് അതുണ്ടാക്കിയിട്ട് ഇത്തരം കള്ളുകുടി, അതേപോലെ തന്നെ ലഹരിക്കടിമപ്പെടുക, ഇത്തരം വ്യഭിചാരങ്ങളുമായി ബന്ധപ്പെടുക, ഏഷണി, അതേപോലെ തന്നെ ചീത്ത സ്വഭാവങ്ങളായിട്ട് എന്തെല്ലാം ഉണ്ടോ, ചൂതാട്ടം, പലിശയുമായി ബന്ധപ്പെടുക, നന്നായിട്ട് മോഷ്ടിക്കുക, ഇങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കുക, ഇങ്ങനെ പാപങ്ങളാണെന്ന് തോന്നുന്ന, വലിയ വലിയ കുറ്റങ്ങളാണെന്ന് തോന്നുന്ന ഏതേതു പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ അത് അവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഏത് ദിവസമാണ് കൊടുക്കേണ്ടത്? അത് ശനിയാഴ്ച വെറും വയറ്റിൽ കൊടുക്കണം. ഒരു 3-5 ദിവസം ഇതിങ്ങനെ ഭക്ഷിക്കണം. അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളും ഭക്ഷിക്കാം. ഇങ്ങനൊരു 3 വെള്ളിയാഴ്ച ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലെ പാപചിന്ത പൂർണ്ണമായും ഇല്ലാതെയാകും എന്നുള്ളതാണ്. ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ, അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാവുന്നതാണ്. പലപ്പോഴും പലരും വന്നിട്ട് പറയുന്നത്, എൻ്റെ മോൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഡ്രസ്സ് അലക്കാൻ പോകുമ്പോൾ അത് കണ്ടു, ഇത് കണ്ടു, ഞാനത് ചോദിച്ചു നോക്കുമ്പോൾ അത് MDMA ആണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ പ്രയാസം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒന്നും മദ്യപിച്ചിട്ടാണ് ഉസ്താദ് വരാറുള്ളത്. വീട്ടിൽ വരുമ്പോൾ ആക്രമിക്കാത്ത രൂപങ്ങളില്ല, അങ്ങനെ എന്ത് കിട്ടിയാലും അതുകൊണ്ടൊക്കെ ആക്രമിക്കും. പക്ഷെ രാവിലെ ആയിട്ട് ആ മദ്യത്തിൻ്റെ ആസക്തിയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനോളം സ്നേഹസമ്പന്നനായ ഒരാൾ ഈ ഭൂമിയിലില്ല എന്ന് പോലും തോന്നും. അത്രമേൽ നല്ല സ്വഭാവ ഗുണമുള്ളയാളാണ്. പക്ഷേ ഉള്ളിലേക്ക്, വയറിലേക്ക് എന്തെങ്കിലും എത്തിയാൽ, മദ്യപിച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൾഗറാകുന്നു, വയലൻ്റ് ആകുന്നു. ഉസ്താദ് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം. ഇപ്പോൾ ഈ ഒരു ആമൽ ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് പറയുന്ന ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മളിതുപോലെ റൊട്ടിയൊക്കെ, ഗോതമ്പ് മാവ് കൊണ്ടൊക്കെ റൊട്ടി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഈ ആമൽ നമ്മൾ വർഷങ്ങളായിട്ട് പലർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. അതൊക്കെ പലപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ അനുഭവമുള്ള ആമലുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പുതിയ കാലത്തെ MDMA, LSD ഉൾപ്പെടെയുള്ള സിന്തറ്റിക്, സെമി സിന്തറ്റിക് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ട് ചെയ്യുന്ന
അത്ഭുതകരമാകുന്ന റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്ന ഇത്തരം അമലുകൾ ചെയ്തു നോക്കുക. നല്ല ഫലമുണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ തന്നെ ചില പ്രത്യേക രൂപത്തിൽ നമ്മൾ ഈ ഒരു അമലിനെ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വ്യഭിചാരത്തിനോടുള്ള താല്പര്യം മേലിൽ ഉണ്ടാകില്ലെന്ന്. അനുവദിക്കപ്പെട്ട രൂപത്തിലല്ലാതെ അവർ ഇത്തരം കഴിവുകൾ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരില്ലെന്ന്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാവുന്ന അമലാണ്. 1001 തവണ ഇഖ്ലാസ് സൂറത്ത്, 313 ആയത്തുൽ കുർസിയും, സ്വലാത്തുൽ മുൻജിയ, അതറിയില്ല സ്വലാത്തുൽ മുൻജിയ, സ്വലാത്തുൻ തുൻജിന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുന ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹിറുന ബിഹാ മിൻ ജമീഇ സയ്യിആത്ത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഇൽ ഖതീആത്ത് വതഖ്ളി ലനാ ബിഹാ ജമീഇൽ ഹാജാത്ത് വതർഫഉന ബിഹാ ഇൻദക അല ദറജാത്ത് വതുബല്ലിഗുന ബിഹാ ഖസ്വൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാത്തി വബഅദൽ മമാത്ത്. ഇതാണ് സ്വലാത്തുൽ മുൻജിയ. അപ്പോൾ എന്താണ്? 1001 സൂറത്തുൽ ഇഖ്ലാസ്, 313 ആയത്തുൽ കുർസിയും, സ്വലാത്തുൽ മുൻജിയ 1000 തവണ. ഇത് പ്രത്യേകമായിട്ട് ഇത്തരം ദുസ്വഭാവങ്ങളുള്ള, പ്രത്യേകിച്ച് സിനയൊക്കെ ചെയ്യുന്ന, എപ്പോഴും പരസ്ത്രീ ബന്ധമുള്ള, പരപുരുഷന്മാർ ബന്ധമുള്ള, ഇത്തരം അധാർമികതയിൽ ജീവിക്കുന്ന, തെറ്റുകളിൽ അമർന്ന് ജീവിക്കുന്നവരുടെ ആ സ്വഭാവ ദൂഷ്യം മാറ്റിയെടുക്കാൻ അവർ ധരിക്കുന്ന ഏതെങ്കിലും വസ്ത്രത്തിലൊക്കെ പ്രത്യേകമായിട്ട് ഓതുക. എന്നിട്ട് അത് അത്തരം സ്വഭാവ ദൂഷ്യമുള്ള ആളുകളെ അത് ധരിപ്പിക്കുക. അങ്ങനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അത്തരം ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടും. അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരാൻ അത് കാരണമാകും. ഇത് പലതവണ പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് മഹാന്മാർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വഭാവ ദൂഷ്യങ്ങളുള്ളവരുടെ ഇടയിൽ നിന്ന് നമുക്കൊക്കെ വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസി പതിവായി പാരായണം ചെയ്താൽ ദുസ്വഭാവങ്ങളെല്ലാം അകലും എന്നുള്ളതാണ്. അയാളിലുള്ള പിശാച് ഭസ്മമായി പോകും. അയാളുടെ ഞരമ്പുകളിൽ രക്തത്തോടൊപ്പം തന്നെ പിശാച് നീന്തി നടക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബഖറയുടെ അവസാന ഭാഗവും ആയത്തുൽ കുർസിയും ഓതിയാൽ ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്, അരുളാറുണ്ട്, ഇത് രണ്ടും അർശിന് താഴെയുള്ള നിധികളിൽ പെടുന്നു. പാപങ്ങൾ പതിവാക്കിയവൻ ഇത് രണ്ടും ഓതിയാൽ അയാൾ നന്നായി തീരും, ഖേദിച്ചു മടങ്ങുകയും അടങ്ങുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ആയത്തുൽ കുർസിയും അത് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയത്തുൽ കുർസി ഒരു വീട്ടിൽ ഓതിയാൽ പിശാച് അവിടെ നിന്ന് സ്ഥലം വിടാതിരിക്കുകയില്ല. 30 ദിവസത്തേക്ക് പിന്നെ തിരിച്ചു വരില്ല. സിഹറുകാരനോ സിഹറുകാരിയോ 40 രാത്രികളിൽ പിന്നെ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല. ഇത് പരീക്ഷിച്ച് ഫലം കണ്ടതാണെന്നും മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, പലപ്പോഴും പലരും എന്ന് പറയുന്ന പ്രശ്നമാണ്, അവൾ സിഹർ ചെയ്യുന്ന ആളാണ്, അവൾ എവിടേക്കോ പോയിട്ട് എനിക്ക് സിഹർ ചെയ്യുന്നുണ്ട്, അവൾ എവിടേക്കോ പോയിട്ട് ആഭിചാരക്രിയ കൂടോത്രം ചെയ്യുന്നുണ്ട്, അവരാണ് എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട്. നമ്മളൊരാളെയും ആക്ഷേപിക്കുകയോ ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരാളെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. പലപ്പോഴും ഇങ്ങനെ ഒരു പഴി കേട്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. ആരുടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആലിമീങ്ങളെടുക്കലൊക്കെ പോകുന്നവരുണ്ടായേക്കാം. ആ പോകുന്നത് പോലും സിഹറിനാണെന്ന് പറഞ്ഞ് പഴിചാരുന്നവരുണ്ട്. നമ്മളതൊന്നും മുഖവിലക്കെടുക്കേണ്ടതില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെയും വെറുതെ ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ നാം കുറ്റപ്പെടുത്തരുത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾ വെറുതെ ഫിത്തനുണ്ടാക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു സ്വഭാവം തന്നെ സിഹർ ചെയ്യുന്നയാളെ കണ്ടുപിടിക്കുന്നത് അവരുടെ സ്വഭാവം. അത് ശരിയല്ലാത്തൊരു പ്രവണതയാണ്. അങ്ങനെ ഇനി എങ്ങാനും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ആളോട്, നിനക്ക് സിഹർ ചെയ്തത് നിൻ്റെ കുടുംബത്തിലുള്ള ഇന്നാലിന്ന സ്ത്രീയാണ്, നിനക്ക് സിഹർ ചെയ്തത് നിൻ്റെ കുടുംബത്തിലുള്ള ഇന്നാലിന്ന ആളാണെന്ന് പറഞ്ഞു കൊടുക്കാനേ പാടില്ല. അതവരുടെ കൂട്ടത്തിൽ ഛിദ്രതയുണ്ടാക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്തരം സാഹിര്യങ്ങളായ
ആയിനീങ്ങളായ ആളുകൾ ആ വീട്ടിൽ 30 നാളുകൾ പ്രവേശിക്കുകയില്ല, 40 രാത്രികളിൽ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല, കിടക്കുകയില്ല. തഫ്സീർ റൂഹുൽ ബയാനിൽ ഇത് കാണാവുന്നതാണ്. അപ്പോൾ ഏതാണ് ആയത്തുകൾ? അത് ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയുടെ അവസാന ആയത്തുകൾ. അത് സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമാണ്. 30 ദിവസത്തേക്ക് പിന്നെ ആ വീട്ടിൽ സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, അതേപോലെ തന്നെ തിരിച്ചു വരില്ല. 40 രാത്രികളിൽ ആ വീട്ടിൽ കടക്കൂല, 30 ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് ശൈത്വാനിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇങ്ങനെ 2 രൂപത്തിലുള്ള കണക്കുകളൊക്കെ അതിൽ കാണാവുന്നതാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് എന്താ, ചില ആളുകളോടൊക്കെ ഇതിങ്ങനെ ചൊല്ലാനിങ്ങനെ മടിയുള്ള ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് പറയുമ്പോൾ ഒരു വിശ്വാസമൊന്നുമില്ലാതെ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ പിശാചിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടുമോ, സിഹറിൻ്റെ ആൾക്കാരൊന്നും വരില്ലെന്നോ, അതൊന്നും ഉണ്ടാവില്ല, അത് വെറുതെ പറയുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് പോലും പരീക്ഷണാടിസ്ഥാനത്തിൽ ചില മഹാന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നിനക്ക് സമ്പന്നനാവണോ, വലിയ പ്രയാസത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്, ഈ ആയത്ത് ചൊല്ലിക്കോ എന്ന് പറയും. അപ്പോൾ പറയുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ അത്തരം സിഹറിൻ്റെയും അയിനിൻ്റെ പ്രശ്നങ്ങളൊക്കെ തടുത്ത് കിട്ടാനും പിശാചിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും എന്ന നീയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ കരുതുകയും ചെയ്യും. ഓനോടത് അങ്ങനെ പറയുന്ന ഓനക്ക് സമ്പത്താണ് മോഹം, അതുകൊണ്ട് ഓൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ അത് ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ ഉപദ്രവവും അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ബാത്തിലായ, അത് കൊഴിവായിപ്പോയ എത്രയോ അനുഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ അവർ നീയത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായ അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉത്സാഹിച്ചു ചൊല്ലണം, ആത്മാർത്ഥമായി ചൊല്ലണം, നമ്മുടെ കൽബ് കൊണ്ട് പ്രത്യേകമായിട്ട് ഒരു ഹുളൂറോടുകൂടെ ചൊല്ലണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ടതൊക്കെ വളരെ ആത്മാർത്ഥമായി ചൊല്ലുക. ഈ കാമാഗ്നി ആളിക്കത്തുന്ന സമയത്ത് അതല്പം ശമനമുണ്ടാകാൻ, ഹറാമിൽ ചെന്ന് വീഴാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ദുആ ആണ്. എല്ലാ ദിവസവും 18 തവണ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അതെങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എങ്ങനെ കാണാതെ പഠിച്ചു വെച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. വളരെ ശ്രേഷ്ഠതയേറിയ പവിത്രമേറിയ ഒരു ദിക്റാണ്. നമ്മൾ പ്രഭാതങ്ങളിലൊക്കെ ചൊല്ലാറുള്ള മഹാനരായ അബ്ദുല്ലാഹിബിൻ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച വളരെ ശ്രേഷ്ഠതയേറിയ മഹത്തായ വിറുദുൽ ലത്തീഫിലെ ഈ ദുആ ഉണ്ട്. നിങ്ങൾക്കിതിൻ്റെ ശരിയായ ആ ഒരു ടെക്സ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലെയുള്ള മജ്ലിസ് എടുത്ത് നോക്കിയാൽ ആ വിറുദുൽ ലത്തീഫിൽ നമ്മളിത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഇത് ഈ തെറ്റുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ആ ദുസ്വഭാവം മാറിക്കിട്ടാനും വളരെയധികം ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു ദിക്ർ കൂടെയാണ്. നമ്മളാകെ പറഞ്ഞ എന്താ, വ്യഭിചാരം, മദ്യപാനം, ഇത്തരം വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ദുസ്വഭാവം മാറിക്കിട്ടാനുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ടതും ഇത്തരം ദുഷ്ചെയ്തികളും ദുഷ്പ്രവർത്തനങ്ങളും നീങ്ങിക്കിട്ടാനും പൈശാചികമായ ഷെറുകളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് മഹാനരായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബി വര്യനാണ് മഹാനരായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ആട്ടുകല്ല് തിരിയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നു, തേനീച്ചയുടേതുപോലെ ഒരു മുഴക്കവും കേൾക്കുന്നു, അതുപോലെ മിന്നൽ പിണർ പോലെ ഒരു പ്രകാശവും ഞാൻ കാണുന്നു. അപ്പം എങ്ങനെയാണ്? ആട്ടുകല്ല് തിരിയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, തേനീച്ചയുടേതുപോലെ ഒരു മുഴക്കം കേൾക്കുന്നു,
അതോടൊപ്പം തന്നെ ഒരു മിന്നൽ പിണർ പോലെ ഒരു പ്രകാശവും ഇങ്ങനെ കാണുന്നു. ഞാനുടനെ തലപൊക്കി നോക്കി. ഒരു വലിയ മല്ലൻ എൻ്റെ വീട്ടിൻ്റെ അങ്കണത്തിൽ നിൽക്കുന്നു. ഞാൻ അവൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. ഞാൻ അവൻ്റെ തൊലി തൊട്ടു നോക്കിയപ്പോൾ വണ്ടിൻ്റെ തൊലി പോലെയുണ്ട്. ഉടനെ അവൻ്റെ മുഖത്തേക്ക് തീപ്പൊരി ചിതറിയതുപോലെയാണ് അവൻ്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ അബൂ ദുജാന, നീ നിൻ്റെ വീടിനെ നീ പരിപാലിക്കണം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഷിക്കുപ്പിയും കടലാസും കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. അലിയാർ തങ്ങളോട് എഴുതാനും വേണ്ടി പറഞ്ഞു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ കിതാബും മിൻ മുഹമ്മദിർ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതാൻ പറഞ്ഞത് അലിയാർ തങ്ങൾ അങ്ങനെ എഴുതുകയാണ്. അതെഴുതിയിട്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് വാങ്ങിയിട്ട് ചുരുട്ടിയിട്ട് ദേഹത്തിൽ ചുമന്നു. വീട്ടിൽ ചെന്നു ഉറങ്ങുമ്പോൾ അത് തലയുടെ കീഴിൽ വെച്ചു. ഞാനങ്ങനെ ഉറങ്ങി. പിന്നെ ഉണർന്നതും ഒരു അട്ടഹാസം കേട്ടിട്ടാണ് ഉണരുന്നത്. ആരോ അട്ടഹസിക്കുന്നുണ്ട്. അട്ടഹാസത്തിൽ പറയുന്നതെന്താ? ഓ അബൂ ദുജാന, നീ ഞങ്ങളെ കരിച്ചു കളഞ്ഞല്ലോ. ഈ പദങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തലക്ക് കീഴെ വെച്ച ഈ ഓരോ പദങ്ങളും ഞങ്ങളെ കത്തിച്ചാമ്പലാക്കി. നിൻ്റെ കൂട്ടുകാരൻ്റെ ഹക്ക് കൊണ്ട് ഈ കലിമത്തുകളൊന്ന് എടുത്തു മാറ്റണം, അല്ലാതെ ഞങ്ങൾക്ക് മോചനമില്ല. ഇനി നിൻ്റെ വീട്ടിലോ നിൻ്റെ അയൽക്കാരുടെ വീട്ടിലോ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. ഈ കലിമത്തുകളുള്ള ഒരു വീട്ടിലും ഞങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മഹാനരായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അല്ലാഹുവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതിയില്ലാതെ ഞാനതെടുത്തു മാറ്റുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ നീണ്ട രാത്രി മുഴുവനും ജിന്നിൻ്റെ ശൈത്വാനിൻ്റെ വിങ്ങിപ്പൊട്ടലും തേങ്ങലും മുഴക്കവും കേട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ നേരം പുലർന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സുബ്ഹ് നിസ്കരിച്ച ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിവരങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം യാഥാർത്ഥ്യത്തോടുകൂടെ നടന്നതാണ്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഓ അബൂ ദുജാന, അത് വേഗം എടുത്തു മാറ്റുക. അല്ലാത്ത പക്ഷം എന്നെ നബിയാക്കി അയച്ചവനാണേ സത്യം. ഖിയാമത്ത് നാൾ വരെ അവർ വേദന അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ശൈത്വാനിൻ്റെയും ജിന്നിൻ്റെയും പൈശാചിക ഉപദ്രവങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. ഞാനിപ്പോൾ അത് എഴുതിയിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാനുണ്ടായിട്ടില്ല. ആ എഴുത്തു മാത്രം മതി, അത് ചുരുട്ടിക്കെട്ടിയാൽ മതി. അത് നമ്മുടെ തലയ്ക്ക് താഴെ വെച്ചാൽ മതി. അത് വെച്ചിട്ടുള്ള വീട്ടിലോ അതിൻ്റെ അയൽക്കാരിലോ അതുള്ള ഏതു വീടുകളിലോ ഒരു നിലക്കും ശൈത്വാനിൻ്റെയും പിശാചിൻ്റെയും പ്രയാസങ്ങളുണ്ടാകുകയില്ല. അബൂ ദുജാന റളിയല്ലാഹുവിൻ്റെ അനുഭവമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമലാണ്, ചെയ്തു നോക്കാവുന്നതാണ്. ആത്മാർത്ഥമായി ചെയ്യണേ. അള്ളാഹു നമുക്കത്തരം അശറുകളെ തൊട്ട് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അത് എഴുതി ചുമക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ ആ വീട്ടിൽ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിഹ ഏത് രോഗത്തിനും ശമനമാണ്, മരണമല്ലാത്ത ഏത് രോഗത്തിനും. ഫാത്തിഹയിൽ 70 രോഗങ്ങൾക്ക് ശിഫയുണ്ട്. രോഗദുരിതങ്ങളും വേദനകളും അത് അകറ്റിക്കളയുന്നു. എഴുതി ചുമക്കുകയോ മന്ത്രിക്കുകയോ ചെയ്താൽ ഉടനെ ശമനമുണ്ടാകുന്നു. പക്ഷെ ഫാത്തിഹയൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യണം. ഫാത്തിഹയുടെയൊക്കെ റിയാദ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ റിയാദയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് ചെയ്യണം. നല്ല ഫലം ലഭിക്കാൻ അത് കാരണമാകും. ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ചോതിയാൽ അന്ന് അവിടെ ആർക്കും ശൈത്വാനിൻ്റെയോ ജിന്നിൻ്റെയോ ഇൻസിൻ്റെയോ കണ്ണേർ തട്ടുകയില്ല. അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരു തോട്ടത്തിനകത്തു കടന്നപ്പോൾ എന്തോ വലിക്കുന്ന ശബ്ദം കേട്ടു. എന്താണിതെന്ന് ഞാൻ ചോദിച്ചു. ജിന്നാണെന്ന് മറുപടിയുണ്ടായി. ജിന്ന് പറഞ്ഞു,
ഞങ്ങൾക്ക് കനത്ത ക്ഷാമം വന്നിരിക്കുന്നു, അതിനാൽ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് അല്പം പഴമെടുക്കുന്നു, നിങ്ങൾക്കതിഷ്ടമാണോ? നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ജിന്നോ അങ്ങനെയൊക്കെ ഉണ്ടോ? ജിന്ന് സംസാരിക്കുമോ? ജിന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുമോ? ജിന്നിനെ നമുക്ക് കാണാൻ കഴിയുമോ? അങ്ങനെയൊക്കെ പലരും ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊരു വിഷയം തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്, നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ തന്നെ, ജിന്നിൻ്റെ സംസാരം കേൾക്കാൻ സാധിക്കുമോ? ജിന്നിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? അതിനെ കണ്ടവരുണ്ടോ? അവർ കണ്ടിട്ട് എന്തെല്ലാമാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തത്? വല്ല മിറാക്കിളും അവരെ കൊണ്ട് സംഭവിപ്പിക്കാൻ കഴിയുമോ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ബോധക്ഷയം, അപസ്മാരം, അതേപോലെയുള്ള ഇതിനൊക്കെ പ്രത്യേകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള ചില കളങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇതിൽ പറഞ്ഞ ചില അമലുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. ഒരുപാട് അമലുകളുണ്ട് ഇൻഷാ അല്ലാഹ്. നാരിയത്തു സ്വലാത്തൊക്കെ നമുക്കറിയാം. നാരിയത്തു സ്വലാത്തും ഓതിയിട്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ ബോധക്ഷയം, ഭ്രാന്ത് എന്നിവയും മറ്റു രോഗങ്ങളൊക്കെ ശമിക്കും. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖല്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റവായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അപ്പോൾ അതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. 4444 വട്ടമൊക്കെ ചൊല്ലുമ്പോൾ നല്ല ഫലം ലഭിക്കും. ഞാൻ പലതവണ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഒരു സദസ്സിലിരുന്ന് എല്ലാവരും കൂടിയിട്ട് 4444 തവണയൊക്കെ നാരിയത്തു സ്വലാത്തൊക്കെ ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് അനുഭവിക്കാനും അതൊക്കെ മുറുകെ പിടിക്കാനും അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.